നമസ്കാരം. മാധ്യമ പ്രവർത്തകരുടെ കൂട്ടക്കൊഴിച്ചിലിന്റെയും കൂടുമാറ്റത്തിന്റെയും കഥയാണ് മാധ്യമ ലോകത്ത് നിന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നാലാമത്തെ ആഴ്ചയിലെ ബാർക്ക് റേറ്റ് കൂടി പുറത്തു വന്നിരിക്കുന്നു. ഏതൊക്കെ ചാനലുകൾ വീണു, ഏതൊക്കെ ചാനലുകൾ വാണു, ഏതൊക്കെ ചാനലുകൾ റേറ്റിംഗിൽ ഒന്നാമതെത്തി, സ്വന്തം സ്ഥാനം നിലനിർത്തി എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുള്ള കാരണങ്ങൾ കൂടി നമുക്ക് നോക്കി പോകാം. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് തുടരുകയാണ്. 96 പോയിന്റുമായിട്ട് റേറ്റിംഗിൽ ഒന്നാമത് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് തുടരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് 81 പോയിന്റുമായി റിപ്പോർട്ടർ ചാനൽ തുടരുന്നു. ഈ ഏഷ്യാനെറ്റ് ചാനലിൽ നിന്ന് വലിയ രീതിയിലുള്ള കൂടുമാറ്റങ്ങളും മാധ്യമ പ്രവർത്തകരെ കൊഴിച്ചിലൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ചെറിയ എന്ന് പറഞ്ഞാൽ പോലെ വലിയ രീതിയിലുള്ള മാധ്യമ പ്രവർത്തകരെ കൊഴിച്ചിലുകൾ നമ്മൾ കണ്ടു. ആരൊക്കെയാണ്? സുജയ പാർവതി, ജെയിംസ് തുടങ്ങിയ ആളുകളൊക്കെ റിപ്പോർട്ടർ ചാനല് വിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ അതൊന്നും ഒരു രീതിയിലും റിപ്പോർട്ടർ ചാനലിന് ഒരു രീതിയിലും ദോഷം ചെയ്തിട്ടില്ല. റിപ്പോർട്ടർ ചാനലിലെ വ്യൂവേഴ്സിനെ അതൊരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സുജയ പാർവതിയും ജെയിംസും ഒന്നുമല്ല റിപ്പോർട്ടർ ചാനലിന്റെ നട്ടില്, അത് ഡോക്ടർ അരുൺകുമാർ ആണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു ബാർക്ക് റേറ്റ് തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് തുടരുക ഈ ഘട്ടത്തിൽ എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഇനി മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 24 ആണ്. 50 പോയിന്റുമായിട്ടാണ്, വെറും 50 പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്ത് തുടരുന്നു. വെറും 50 എന്ന് പറയുമ്പോൾ വലിയൊരു ഇടിവ് 24 ചാനലിന് സംഭവിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർ കൂടിവിട്ട ഒരു ചാനൽ എന്ന് പറയുന്നത് 24 ആണ്. ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർ ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയ കാഴ്ചകളൊക്കെ നമ്മൾ 24ൽ കണ്ടു. 24 ചാനലുകൾ അടച്ചുകൂടലിന്റെ വക്കിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം പോലും എല്ലാവർക്കും ജനിക്കുന്നുണ്ട്. അങ്ങനെ മാധ്യമ പ്രവർത്തകർ, പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ ആ ചാനലിൽ നിന്ന് പോകുമ്പോൾ അത് 24 ചാനലിനെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും 24 ചാനലിനെ ക്ഷീണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ് ശ്രീകണ്ഠൻ നായർ ഒരു പരിപാടി, പണ്ട് ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്ന പരിപാടി പൊടിതട്ടി ആരംഭിച്ചിട്ടുണ്ട്. ആ പരിപാടിയാണ് ഇപ്പോൾ ഈ 24 ചാനലിനെ പിടിച്ചു നിർത്തുന്നതെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഈ ചാനലിന്റെ പതനത്തിലേക്ക് നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചു പറയാം, അത് ഹാഷ്മിയാണ്. ഹാഷ്മിയുടെ കഥാപ്രസംഗങ്ങൾ തുടക്ക സമയത്തൊക്കെ 24 ചാനലിന് ഗുണം ചെയ്തിരുന്നുവെങ്കിൽ പിന്നീട് ആ കഥാപ്രസംഗങ്ങൾ, ആ കാഥികന്റെ പല രീതിയിലുള്ള അത്തരത്തിലുള്ള പല പെർഫോമൻസുകളൊക്കെ പിന്നീട് 24ന് ദോഷകരമായി ബാധിച്ചു. അദ്ദേഹം നടത്തിയ അന്ത്യചർച്ചകളിൽ ഒട്ടും മാനേഴ്സ് ഇല്ലാതെ നടത്തിയ പല ചട്ടമ്പിമാരൊക്കെ പെരുമാറുന്ന രീതിയിൽ അവതാരകന്റെ കുപ്പായം അണിഞ്ഞ് അദ്ദേഹം നടത്തിയ പല പെർഫോമൻസുകളും ഒക്കെ 24 ചാനലിന് വലിയ വിനയായി മാറി. നിരന്തരം 24 ചാനൽ പ്രചരിപ്പിച്ച പല വ്യാജ വാർത്തകളും ഒക്കെ തിരിച്ചടിച്ചു 24 ചാനലിനെ ജനം കൈവിടുന്നു, പ്രേക്ഷകർ കൈവിടുന്നു. ഇപ്പോൾ ആകെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു പരിപാടി അത് നമ്മൾ തമ്മിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ 24 ചാനല് വല്ലാത്ത പ്രതിസന്ധിയിൽ, ആ പ്രതിസന്ധിയിൽ ബാക്ക് റേറ്റിംഗിനും അമ്പേ പരാജയം എന്ന് പറയാതെ വയ്യ. പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലാണ് 24 ചാനലുണ്ട്. 4ാം സ്ഥാനത്ത് മനോരമ ന്യൂസ് ആണ്. 38 പോയിന്റുമായി മനോരമ ന്യൂസ് തുടരുന്നു. മനോരമ ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും, നിരവധി കുത്തിത്തിരിപ്പ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ എന്തോ 1ാം സ്ഥാനത്തേക്കും അല്ലെങ്കിൽ 3ാം സ്ഥാനത്തേക്കും പോലും മനോരമയെ ഉയരാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഇതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാകാം. ഇനി 5ാം സ്ഥാനത്ത് ന്യൂസ് മലയാളം 24x7 വലിയൊരു കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നു. 30 പോയിന്റുമായിട്ട് 5ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ ന്യൂസ് മലയാളം 24x7 എത്തിയിരിക്കുന്നു. അവരുടെ ആ ഒരു ചാനലിന്റെ ക്വാളിറ്റി, അവരുടെ വാർത്താ അവതരണ ശൈലി അതൊക്കെ വളരെ മികവുറ്റതാണ്. എനിക്ക് തോന്നുന്നു ഈ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും അവർ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു 2ാം സ്ഥാനത്തേക്കും ഒക്കെ കുതിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. 1ാം സ്ഥാനത്ത് എത്തിയാലും അതിശയിക്കാനൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചാനലാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി 6ാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് ആണ്. മാതൃഭൂമി ന്യൂസിനെ പോലും പിന്നിലാക്കി ന്യൂസ് മലയാളം 24x7 5ാം സ്ഥാനത്ത് എത്തി എന്നുള്ള കാര്യം പറയാതെ വയ്യ. ഇനി 7ാം സ്ഥാനത്ത് ജനം ചാനലാണ്. 26 പോയിന്റാണ് ജനം ചാനലിനുള്ളത്. 8ാം സ്ഥാനത്ത് കൈരളി ചാനലും 9ാം സ്ഥാനത്ത് ന്യൂസ് 80 കേരളയും തുടരുകയാണ്. അപ്പോ എന്തായാലും ഇതാണ് നമ്മുടെ ഈ ആഴ്ചത്തെ, ഈ വീക്കിലെ ബാർക്ക് റേറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ മാധ്യമ പ്രവർത്തകർ കൂടുമാറിയതൊക്കെ ഏത് ചാനലിനെയാണ് വലിയ കാര്യമായി ബാധിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം അത് 24നെയാണ്. ബാധിക്കാത്ത ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് റിപ്പോർട്ടർ ചാനലാണ്. ഇനി നെക്സ്റ്റ് വീക്ക്, അതായത് 5ാമത്തെ ആഴ്ചയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം റിപ്പോർട്ടർ ചാനലും സാബുവും ജേക്കബും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധത്തിൽ ഒരു റേറ്റിംഗ് വലിയ രീതിയിൽ തന്നെ റിപ്പോർട്ടർ ചാനലിന് കയറാനുള്ള സാധ്യതയുണ്ട്. ഈ ഹാഷ്മി താജ് ഇബ്രാഹിം രാഹുൽ മാങ്കൂട്ടുമായി നടത്തിയിട്ടുള്ള ഇന്റർവ്യൂ 24ന് വലിയ ക്ഷീണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ദോഷം ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീക്കിലെ ബാർക്ക് റേറ്റിലാണ് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും റിപ്പോർട്ടർ ചാനൽ ഇപ്പൊ വലിയ കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാധു കൂടി അതിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇനി അത് സത്യമാണെങ്കിൽ അത് റിപ്പോർട്ടർ ചാനലിന് വലിയൊരു നേട്ടമായിരിക്കും.
സുജയ പാർവതിയൊക്കെ സത്യത്തിൽ ആ ചാനലിൽ നിന്ന് പോകുമ്പോൾ റിപ്പോർട്ടറിനെ സംബന്ധിച്ച് അത് ഗുണമോ ദോഷമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതൊരു ഗുണമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം സുജയ പാർവതിയുടെയൊക്കെ ആ ചാനലിലുള്ള പല രീതിയിലുള്ള പ്രതികരണങ്ങൾ, നിലപാടുകളൊക്കെ ആ ചാനലിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ദോഷം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. പക്ഷേ അവർ ഒരു BJP അനുഭാവിയാണ് എന്ന രീതിയിൽ തന്നെ ലേബലിന്റെ ആ ചാനലിൽ വന്നിരുന്ന BJP രാഷ്ട്രീയം പറഞ്ഞു. അതിൽ അവരുടെ ബഹുമാനമാണുള്ളത്, വേറെ ഒന്നും കൊണ്ടല്ല. ഒളിച്ചു കടത്തിൽ അദ്ദേഹം ആ മാധ്യമ പ്രവർത്തക എന്തായാലും നടത്തിയിട്ടില്ല. പക്ഷെ അതൊക്കെ ഒരു രീതിയിൽ റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ച് ദോഷമായോ എന്ന് വെച്ചാൽ ദോഷമായിട്ടുണ്ട്. ഇനി മാധുവിന്റെ വരവാണ്. മാധുവിന്റെ വരവിൽ വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം നടത്തുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ സ്മൃതി പരുത്തിക്കാടിന്റെയും അതുപോലെ തന്നെ ഡോക്ടർ അരുൺകുമാറിന്റെയും ഇനിയിപ്പോ മാധു കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെയും ഒക്കെ ഒരു കോർഡിനേഷനിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ മുന്നോട്ട് പോയാൽ തീർച്ചയായും റിപ്പോർട്ടർ ചാനലിന് മുമ്പിൽ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു മൊത്തത്തിലുള്ള അവരുടെ പെർഫോമൻസ് എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പക്ഷേ അതിന് മുമ്പിൽ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ കൂപ്പൂത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഏറ്റവും ആശങ്കപ്പെടുന്നത് 24 ചാനലിന്റെ അവസ്ഥയെ ആലോചിച്ചാണ്. എന്താകും അതിന്റെ ഒരു ഭാവി എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. എന്താണ് നിരവധി മാധ്യമ പ്രവർത്തകർ ആ ചാനൽ വിടുന്നത് എന്നതിനെ പറ്റി ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അത് മനസ്സിലാക്കാവുന്നതോട് എന്തുകൊണ്ടാകാമെന്ന്. അതുകൊണ്ട് തന്നെ 24 ചാനൽ വലിയ ഒരു ഇടിവിലേക്ക് പോവുകയാണോ, വലിയൊരു നാശത്തിലേക്ക് പോവുകയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് നമ്മൾ തമ്മിൽ എന്ന പരിപാടിയിലൂടെ ഒരു തിരിച്ചുവരവിന് വേണ്ടി ഈ ശ്രീകണ്ഠൻ നായർ ശ്രമം നടത്തുന്നുണ്ട്. അത് വലിയ രീതിയിൽ തന്നെ വിജയകരമാവുന്നുണ്ട്. പക്ഷേ റേറ്റിംഗ് കയറ്റാൻ വേണ്ടി നമ്മുടെ നീലക്കുയിലാകുന്നുണ്ടോ എന്നുള്ള സംശയം കൂടി ഇടയ്ക്ക് വരുന്നുണ്ട്. നീലക്കുയിൽ എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതും വലിയ ദോഷമാകുകയുള്ളൂ. പക്ഷെ ഒരുപക്ഷെ യൂട്യൂബിലൊക്കെ വലിയ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും. എന്തോ ആകട്ടെ, അടുത്ത ബാർട്രേറ്റിലെ പുതിയ വിവരങ്ങളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.